എടി 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 ദേ നിന്റെ ബുള്ളറ്റിന്റെ മുകളിൽ ഒരാൾ കിടക്കണ. ഹലോ ചേട്ടാ, എന്താണ് ചേട്ടന് വീട്ടിലൊന്നും സ്ഥലമില്ല? എന്റെ വണ്ടിയുടെ പുറത്താണോ കിടക്കുന്നത് ചേട്ടൻ? വണ്ടി ഇപ്പൊ സൈഡിലൊന്നും സാധാരണ ഇരിക്കുന്ന പോലെ ഇരിക്കൂലേ? അങ്ങനെയല്ല, നമ്മള് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയാണ്. റെസ്റ്റ് എടുക്കാനായിട്ട് ചേട്ടൻ ഈ വണ്ടി മാത്രമേ കണ്ടുള്ളൂ? അല്ല, ഒരു പൊതുസ്ഥലത്ത് ഒരു വണ്ടി ഇരുന്നപ്പോ ഞാൻ കയറിയിരുന്ന അതിനിപ്പോ എന്താ കുഴപ്പം? ബുള്ളറ്റിനെ ഇഷ്ടപ്പെടാൻ ഓരോരുത്തർക്കും ഒരു കാരണങ്ങളുണ്ട്. ചിലർക്കത് നെസ്റ്റോൾജി ആണെങ്കിൽ ചിലർക്കതൊരു വികാരമാണ്. അങ്ങനെയുള്ള ഒരു യുവതി കൂട്ടായ്മയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാനേ ഒരാളെ തേടി വന്നാണ്. അപ്പൊ അത് കടുവന്തറയിലുള്ള ഒരു സോണിയ എന്ന് പറഞ്ഞ ലേഡിയാണ്. അത് നമ്മുടെ ആശാനല്ലേ? നിങ്ങളുടെ ആശാനാണോ? അപ്പൊ നമസ്കാരം, ഞാൻ നിങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. ബുള്ളറ്റിൽ ഭയങ്കര റൈഡറാണെന്ന് നിങ്ങൾ അറിഞ്ഞു. 146ഓളം ആളുകൾ നിങ്ങളുടെ ക്ലബിലേക്ക് കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. ബുള്ളറ്റ് യാത്ര ഹരമാക്കിയ യുവതികൾ. ഏത് യാത്രയെയും ഒഴിവാക്കാനുള്ള നിരവധി കാരണങ്ങൾ ഒറ്റയിരിപ്പിന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ യാത്ര ചെയ്യാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അങ്ങ് പോകുകയാണെന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടാൽ മതി. നമ്മൾ എറണാകുളം ജില്ലയിലുള്ളവരാണെങ്കിലും മറ്റേ സംസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ. ടീമിൽ കൂടുതൽ എറണാകുളം ജില്ല എന്നുള്ളവർ തന്നെയാണ്. വേറെ ജില്ല എന്നുള്ളത് അവരൊക്കെ നിങ്ങൾ ക്ലബ്ബ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവരൊക്കെ അറിയുന്നത്? കൂടുതൽ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴി തന്നെയാണ് കോണ്ടാക്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ ബുള്ളറ്റ് ഓടിച്ച് കാണിക്കുന്നത് റീൽസ് ഒക്കെ ഇട്ട് ആൾക്കാരെ ഇതാക്കിയായിരിക്കും. അങ്ങനെ ചെറിയ രീതിയിൽ. പ്രത്യേകിച്ചും ഒരു പെൺബുള്ളറ്റ് റൈഡർ ആകുക എന്ന ആഗ്രഹം പ്രാവർത്തികമാക്കാൻ കടമ്പകൾ ഏറെയാണ്. എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ആരും കൊതിക്കുന്ന അനവധി റൈഡുകൾ നടത്തിയിട്ടുള്ളവരാണ് എറണാകുളം ജില്ലയിലെ 6 വനിതാ ബുള്ളറ്റ് റൈഡർമാർ. അപ്പൊ ഈ ബുള്ളറ്റിലേക്ക് വരാനുള്ള കാരണം എന്താ? ബുള്ളറ്റിനോടുള്ള ഇഷ്ടം, വണ്ടി ഓടിക്കാനുള്ള ഇഷ്ടം. നമുക്ക് പലതിനും ഇഷ്ടം ഉണ്ടാവില്ല. ബുള്ളറ്റ് പല വണ്ടികളുണ്ട്. എന്റെ RX100 ആണ്. അപ്പൊ ആ വണ്ടിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇവരുടെ കൂടെ ഇങ്ങനെ ഒരു റൈഡ് വന്നപ്പോ അവരുടെ കൂട്ടത്തിലാണ് കൂടി. അങ്ങനെ തന്നെയാണ് എന്താ പറയാനുള്ള? ബുള്ളറ്റിനോടുള്ള ഇഷ്ടം തന്നെയാണ്. ഏത് ഏത് രാജ്യത്ത് വേണ്ടി പോകും? സോണി ചേച്ചി ഉണ്ടെങ്കിൽ എവിടെയും പോകും. സോണി ചേച്ചി ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. ആശാന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലിക്കുള്ളൂ അല്ലേ? അപ്പൊ ഇതിന് പോകാനുള്ള ചിലവൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എന്നെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യും. ഫുൾ ക്യാഷ് തരും. അപ്പൊ കുട്ടികള് അറിയോ? ഒന്നുമില്ല, ഹസ്ബൻഡ് നോക്കിയോളൂ. നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിക്കാൻ ഹസ്ബൻഡ് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? നിങ്ങളെങ്ങനെ ചെലവിന്റെ കാര്യങ്ങളൊക്കെ? ഇത് പെട്രോൾ അടിക്കണം, റൂം എടുക്കണമൊക്കെ? ജോലിയുണ്ട്, ഹസ്ബൻഡ് സപ്പോർട്ടാണ്. അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ തന്നെയാണ് പറയാം. ജോലിയുണ്ട്, അപ്പൊ കുടുംബത്തിന് ചെലവ് വേറെ, നിങ്ങൾക്ക് പോണേന് ചെലവ് വേറെ വരണ്ടേ? ചേട്ടൻ മസ്കറ്റിലാണ്. മാസത്തിൽ ട്രാവലിന് ഒരു എക്സ്പെൻസ് മാറ്റി. ജോലി ഉണ്ട്, അല്ലാത്ത സപ്പോർട്ട് ചെയ്യണത് ഫുൾ ഹസ്ബൻഡ് തന്നെയാണ്. അതല്ലേ? അപ്പൊ ഒരു മാസത്തിൽ എത്ര ട്രിപ്പുകൾ പോകും? തോന്നാന്ന് തോന്നി അപ്പൊ അങ്ങോട്ട് പോയാണ്. എല്ലാരും വിളിക്കാൻ അങ്ങോട്ട് പോകണേ. ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരും, ഇന്ന ദിവസം പോകണ്ടെന്ന് പറയും. സ്ഥലത്ത് പോകണം, ആരൊക്കെ വന്നിട്ടുണ്ട്, അപ്പത്തേക്ക് എല്ലാവരും പേരിടാൻ തുടങ്ങും. 1 2 3 4 5 പോവുകയാണല്ലേ? പിന്നെ ഒന്നും ചിന്തിക്കില്ല, നേരെ വണ്ടി വിടുകയാണ്. കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള കാരണം എന്തായിരുന്നു? എനിക്ക് റൈഡ് പോകണമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കൂട്ടായ്മ എറണാകുളത്ത് ലേഡീസ് ഓൺലി അന്വേഷിച്ചു. ലേഡീസ് ഓൺലി ആയിട്ടൊരു ടീം ഇവിടെ എറണാകുളത്ത് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെയാണ് എനിക്കത് ഞാനായിട്ട് തുടങ്ങിയാൽ എന്താ കുഴപ്പമെന്ന് തോന്നി. അപ്പം ഞാൻ പഠിപ്പിച്ച കുട്ടികളെ വെച്ചിട്ടും പിന്നെ കുറച്ച് അറിയാവുന്ന റൈഡേഴ്സിനെ വെച്ചിട്ടും ഒരു 12 പേര് വെച്ച് തുടങ്ങിയ ടീമാണ്. ഇപ്പം അത് വളർന്ന ഒരു 145 എത്ര പ്രായക്കാരൊക്കെ ഉണ്ട് ഇതില്? 18 മുതൽ 54 വയസ്സ് വരെയുള്ള ലേഡീസ് ഉണ്ട്, വീട്ടമ്മമാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ബുള്ളറ്റിൽ കറങ്ങി നടക്കലാണ് ഇന്നുള്ള ലൈഫ്. എവിടം വരെയൊക്കെ പോയിട്ടുണ്ട് റൈഡിന്? ഞങ്ങള് ഗോവ, ബാംഗ്ലൂര്. മറ്റുള്ള വണ്ടികളിൽ പോണേലും വ്യത്യസ്തമാണല്ലോ. പിന്നെ ഞങ്ങൾ ഇടക്കിടക്ക് നിർത്തി ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻജോയ് ചെയ്തേ പോകാറുള്ളൂ. എത്ര ദിവസം ട്രിപ്പ് ആയിരിക്കാ പോണത്? ബാംഗ്ലൂർ പോയപ്പോ 4 ദിവസം എടുത്തു, അങ്ങോട്ട് പോയി. കുടുംബത്തിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മക്കൾക്കൊന്നും പരാതിയൊന്നുമില്ല, ഭർത്താവിനും പരാതിയില്ല? ഇല്ല, ഞാൻ നിങ്ങൾ അങ്ങനെ തന്നെ, എല്ലാരും അങ്ങനെ തന്നെയാണ്. ബുള്ളറ്റിനോട് കമ്പം തോന്നിയേക്കാണ് അല്ലേ? ഇപ്പൊ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബുള്ളറ്റ് ഓടിക്കാനായിട്ട്. ടീമിലെടുത്ത് പിന്നെ റൈഡ് കൊണ്ടുപോകും. സ്വന്തമായിട്ടുള്ള ബുള്ളറ്റ് എടുത്ത് പഠിപ്പിക്കാനും നിങ്ങൾ? എന്റെ ബുള്ളറ്റിൽ തന്നെയാണ് പഠിപ്പിക്കണേ. അങ്ങനെ ഞാൻ പഠിപ്പിച്ച ആദ്യം റൈഡിങ് പഠിപ്പിച്ച് മാത്രം തുടങ്ങിയത്. പിന്നെ പഠിപ്പിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സോണിയാസ് ഡ്രൈവിംഗ് സ്കൂൾ എന്നുള്ള പേരിൽ ഡ്രൈവിംഗ് സ്കൂൾ അങ്ങനെ. എന്നാലും ഒരു സ്ത്രീകൾക്ക് ഒരു പ്രചോദനമുള്ള ഇങ്ങനെ അല്ലെ? ഈ അടഞ്ഞുകൂടി വീട്ടിലിരിക്കണേ നല്ലത്, ഇതുള്ള യാത്രകളൊക്കെ പോവാം അല്ലെ? അതെ. അങ്ങനെ ആ ചേച്ചിനെ കോൺടാക്ട് ചെയ്തു. ചേച്ചി എനിക്ക് ആശാത്തിന്റെ നമ്പർ തന്നു. അങ്ങനെ ഞാൻ പോയി 5 ക്ലാസ് കൊണ്ട് ഞാൻ പഠിച്ചു. സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് പഠിക്കുകയും ചെയ്ത? അല്ലെങ്കിൽ ഇല്ല, ആശാത്തിന്റെ വണ്ടിയിലാണ് പഠിച്ചത്. പിന്നെ ഇത് എന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്, അവർ മസ്കത്തിലാണ്. അതുകൊണ്ട് ഇപ്പൊ എന്നെ ഏൽപ്പിച്ച് പോയേക്കുവാണ് അവർ. ഇത് വണ്ടി ഓടിച്ചു പോകുമ്പോഴുള്ള രാജകീയമായിട്ടുള്ള പ്രൗഢി
ആണ്. അതാണ് ബുള്ളറ്റിന്റെ ചിലപ്പോൾ ആളുകൾ ബുള്ളറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. വണ്ടി ഓടിക്കാൻ ഇഷ്ടമായിരുന്നു ചെറുതിലെ മുതൽ. ബുള്ളറ്റ് ഓടിക്കാൻ സാധ്യമാവുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഹസ്ബൻഡ് സപ്പോർട്ടുള്ളത് കൊണ്ട് ബുള്ളറ്റ് ഓടിക്കാൻ പറ്റിയത്. സ്വന്തമായിട്ട് വാങ്ങിച്ച് പഠിക്കുകയാണ് ചെയ്തത്. വാങ്ങിയിട്ട് ഹസ്ബൻഡ് വാങ്ങിയതാണ്. അപ്പോൾ ആള് മറ്റേ വണ്ടി ഓടിച്ചോളൂ, നിനക്ക് പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ ഓടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഓടിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ബുള്ളറ്റ് കൊണ്ട്? മൂന്നാർ, വാഗമൺ, അങ്ങനെ ലോക്കൽ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ സ്ത്രീകളും ഒരുമിച്ചാണ് പോകുന്നത്? അതെ, റൈഡ് നമ്മൾ ഒരുമിച്ച് തന്നെ പോറ്. 10-20 ബുള്ളറ്റ് ഉണ്ടാവും. എറണാകുളം ജില്ലയിലെ ആദ്യത്തെ വനിതാ ബുള്ളറ്റ് ക്ലബിന്റെ സ്ഥാപക സോണിയ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തിലാണ് യാത്രകൾ. യാത്ര ചെയ്യാനുള്ള മനസ്സും വാഹനം ഓടിക്കാനുള്ള താല്പര്യവുമുണ്ടെങ്കിൽ ഏത് വനിതകൾക്കും ബുള്ളറ്റ് ഓടിക്കാം. ഈ പെൺകരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ബൈക്ക് ആൻഡ് ബുള്ളറ്റ് ലേഡി റൈഡേഴ്സ് ക്ലബിൽ 150ഓളം പേർ അംഗങ്ങളുണ്ട്. ചെറിയൊരു തിളക്കം ബുള്ളറ്റിനോടുള്ള വലിയൊരു വികാരമായി മാറി ഈ യുവതികൾക്ക്.